സമസ്തയും മുസ്ലിം ലീഗും പരസ്പരം വേർതിരിക്കാനാവാത്ത വണ്ണം പരസ്പരം ഇടകലർന്നുപോയ രണ്ട് സംഘടനകൾ. അതിൽ സമസ്ത ഇല്ലെങ്കിൽ ലീഗ് ഇല്ല എന്ന് തന്നെ പറയാം. കാര്യം ലീഗിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സമസ്തയുടെ വോട്ട് ബാങ്കാണ്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ UDF മലബാർ മേഖലയിൽ നേടുന്ന വിജയങ്ങൾക്കെല്ലാം അവകാശി സമസ്തയാണ്. പക്ഷേ ആ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ, പ്രത്യേകിച്ച് സമസ്തയും പാണക്കാട് കുടുംബവും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അഭിപ്രായ വ്യത്യാസമെന്നോ ഭിന്നതയെന്നോ പൊട്ടിത്തെറിയെന്നോ വിളിക്കാവുന്ന സംഭവ വികാസങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പാണ് സമസ്തയുടെ ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ നിന്ന് ലീഗ് വിരുദ്ധരായ സമസ്ത നേതാക്കളെ പാണക്കാട് തങ്ങൾ നേരിട്ടിടപെട്ട് പ്രസംഗ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. ആ സംഭവത്തിൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. അതിനുശേഷം സമസ്തയുടെ അനിഷേധ്യ നേതാവായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് കടുത്ത സ്വരത്തിൽ ചിലത് പറയേണ്ട സാഹചര്യം പോലും ഉണ്ടായി. ഇപ്പോഴിതാ സമസ്തയെ സമ്മർദ്ദത്തിലാക്കാൻ ഒരു കടുത്ത നീക്കവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുകയാണ്. ആ നീക്കം ഇന്ന് വാർത്തയായിട്ടുണ്ട്. ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ സമസ്തക്കെതിരെ പാണക്കാട് കുടുംബത്തെ മുൻനിർത്തി മുസ്ലിം ലീഗ്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. സമസ്ത കേരള ജമിയത്തുൽമ EK വിഭാഗത്തിനെതിരെ പാണക്കാട് കുടുംബത്തെ അണിനിരത്തി ബദൽ നീക്കവുമായി മുസ്ലിം ലീഗ്. പാണക്കാട് തങ്ങൾ ഖാസി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് സമസ്തക്കെതിരായ നീക്കം. അടുത്ത മാസം 17-ന് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന മഹൽ നേതൃ സംഗമത്തിലൂടെ ഇതിന് തുടക്കം കുറിക്കും. സമസ്ത 100-ാം വാർഷികാഘോഷം ഈ മാസം തുടങ്ങാനിരിക്കെയാണ് സംഘടന പിളർത്താനും പിടിച്ചെടുക്കാനുമുള്ള ലീഗ് ശ്രമം. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളുടെ മൗനാനുവാദവും ഇതിന് പിന്നിലുണ്ട്. ഇതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി ഈ വാർത്തയിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കൊപ്പം കുടുംബാംഗങ്ങളായ അബ്ബാസ് അലി, റഷീദ് അലി, ഹമീദ് അലി, ബഷീർ അലി, മുനവർ അലി എന്നിവർ ഖാസിമാരായ മഹലുകളിലെ പ്രവർത്തകരെയാണ് സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നത്. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഖാസിയായ മഹലുകളെ ഒഴിവാക്കിയിട്ടുമുണ്ട്. അതായത് ലീഗ് വളരെ നിഷ്കളങ്കമായി ഒരു മഹൽ സംഗമമാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന സമസ്തയുടെ അനിഷേധ്യ നേതാവ് ഖാസിയായിട്ടുള്ള മഹലുകളെ കൂടി ഉൾപ്പെടുത്തണമായി. എന്നാൽ ആ മഹലുകളെ ഒഴിവാക്കിയിരിക്കുകയാണ്. പകരം പാണക്കാട് കുടുംബാംഗങ്ങൾ ഖാസിമാരായ മഹലുകളെയാണ് ഈ നേതൃസംഗമത്തിൽ അല്ലെങ്കിൽ ഈ മഹൽ സംഗമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ആരാണിതിന് നേതൃത്വം കൊടുക്കുന്നത്? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മായിം ഹാജി ആണ് ഈ മുഴുവൻ പരിപാടിയുടെയും നേതൃത്വം വഹിക്കുന്ന ആൾ. അതായത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഈ വിമത നീക്കത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അത് വ്യക്തമാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഈ നീക്കം, പാണക്കാട് തങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ളൊരു നീക്കമാണിത് എന്നതാണ്. അതോടൊപ്പം മറ്റൊരു സംഭവ വികാസം കൂടി ഇതിൻ്റെ ഇടയിൽ വളരുന്നുണ്ട്. പാണക്കാട് കുടുംബത്തിനെതിരായി സംസാരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഏറാൻ മൂളികളായി സമസ്ത മാറരുത് എന്ന അഭിപ്രായമുള്ള സമസ്ത നേതാക്കളെ, പ്രത്യേകിച്ച് സമസ്തയിലെ യുവ നേതാക്കളെ ഇപ്പോൾ വേട്ടയാടുന്ന തിരക്കിലാണ് പാണക്കാട് കുടുംബാംഗങ്ങൾ. അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഏഷ്യാനെറ്റ് ഓൺലൈൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ സമസ്ത യുവ നേതാവ് സത്താർ പന്തല്ലൂരാണ്. സത്താർ പന്തല്ലൂർ വിവാദ പ്രസംഗമൊക്കെ നടത്തി ഇപ്പോൾ ഏറെ കുപ്രസിദ്ധി നേടിയ വ്യക്തിയാണ്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, സത്താർ പന്തല്ലൂർ സമസ്തയിലെ ഒരു ലീഗ് വിരുദ്ധനാണ്. അയാൾക്കെതിരെയാണ് ഇപ്പോൾ ഒരു മുസ്ലിം ലീഗ് കുടുംബാംഗം നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: സമസ്ത നേതാക്കൾക്കെതിരെ ഭീഷണിക്കത്തിന് പിന്നിൽ സത്താർ പന്തല്ലൂർ, ഗുരുതര ആരോപണങ്ങളുമായി പാണക്കാട് കുടുംബാംഗം. SKSSF നേതാവ് സത്താർ പന്തല്ലൂരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സമസ്തയിലെ ഒരു വിഭാഗം. സമസ്തയുടെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഭീഷണിക്കത്ത് തയ്യാറാക്കിയതിനു പിന്നിൽ സത്താർ പന്തല്ലൂർ ആണെന്ന് പാണക്കാട് കുടുംബാംഗമായ സമീർ അലി ശിഹാബ് തങ്ങൾ ആരോപിച്ചു. സത്താർ പന്തല്ലൂരിനെതിരെ സമസ്തയ്ക്ക് പരാതി നൽകുമെന്നും സമീർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതായത് ഈ വാർത്തകളെല്ലാം നൽകുന്ന സൂചനകൾ വളരെ വ്യക്തമാണ്.
മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഉള്ള ആ ഇടപിരിയാനാവാത്ത ബന്ധത്തിൽ പകരം വയ്ക്കാനില്ലാത്ത ഒരു വിള്ളൽ വീണിരിക്കുന്നു. ആ വിള്ളൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങളെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സമസ്തയ്ക്ക് സമ്മർദ്ദത്തിലാക്കുക, സമസ്തയെ പിളർത്തുക എന്ന ലക്ഷ്യത്തോടെ മുസ്ലിം ലീഗ് ഒരു മഹൽ സംഗമം സംഘടിപ്പിക്കുന്നു. അതിൽ നിന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഖാസിയായിട്ടുള്ള മഹലുകളെ ഒഴിവാക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നത ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ മുസ്ലിം ലീഗ് മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. സമസ്ത ഇടഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലാതാകുമെന്ന കാര്യം മുസ്ലിം ലീഗ് മറക്കാതിരിക്കട്ടെ.